ടി.ജി. സജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഈ പ്രവാസം എന്നത് അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് ആ പ്രവാസികൾ നമ്മുടെ രാജ്യത്തേക്ക്, കേരളത്തിലേക്ക് സമ്പത്ത് എത്തിച്ചവരാണ് ആ കാലത്തെ പ്രവാസികൾ. എന്നാൽ ഇന്നത്തെ യുവാക്കൾ ജീവിതം തന്നെ വിദേശത്തേക്ക് പറിച്ചു നടുകയാണ്. ഇത്തരത്തിലൊരു കണക്ക് ഇത് ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഉയരാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? ഇത് പല സാഹചര്യങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് ഈ ചർച്ച ചെയ്യുമ്പോൾ മലയാളികളുടെ വിദേശ കുടിയേറ്റം അത് എല്ലാ കാലവും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആശങ്കയായി ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം, മലയാളി യുവത്വം വിദേശത്തേക്ക് കുടിയേറുകയാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ മാനവ വിഭവശേഷി, നാളെ ഈ രാജ്യത്തിന്, ഈ സംസ്ഥാനത്തിന് കരുത്താവേണ്ട മാനവ വിഭവശേഷി മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി എന്താവും എന്ന ചോദ്യമാണ്. ഒപ്പം തന്നെ ഇപ്പോഴുള്ള പ്രായമുള്ള തലമുറയ്ക്ക് അവരുടെ പ്രായാധിക്യ കാലഘട്ടത്തിലൊക്കെ അവർ നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങളൊക്കെ, അതിനെയൊക്കെ അവരുടെ മക്കളുമൊക്കെ കുടിയേറ്റം കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കാൻ തുടങ്ങി, അങ്ങനെ വലിയ വ്യത്യസ്തമായ ആശങ്കകളാണ് ഉയരുന്നത്. ആദ്യം തന്നെ ഈ ആശങ്കയ്ക്ക് എത്ര കണ്ട് അടിസ്ഥാനമുണ്ട് എന്ന കണക്കുകളാണ് ഒരു പക്ഷേ പ്രസക്തമാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കുടിയേറ്റം എന്നത് മാറിയ ലോക സാഹചര്യത്തിൻ്റെ ഒരു പുതിയ കാല സാഹചര്യമാണ്. അത് നമുക്ക് അങ്ങനെ തടയാൻ കഴിയുന്നതല്ല. 2-3 രീതിയിൽ കുടിയേറ്റം സംഭവിക്കും. ഒന്ന്, മികച്ച ജീവിത സൗകര്യങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള കുടിയേറ്റം, അതൊരു സാഹചര്യം. അതിനുമപ്പുറം മലയാളികൾ എല്ലാ കാലങ്ങളിലും യാത്ര ചെയ്യുന്നവരാണ്, അറിയാൻ ആഗ്രഹമുള്ളവരാണ്. അവർ അതുകൊണ്ട് പുതിയ കാലങ്ങൾ, പുതിയ ജീവിത സാഹചര്യങ്ങൾ, പുതിയ അറിവുകൾ തേടി മറ്റിടങ്ങളിലേക്ക് പോകുന്നവരുമുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കുടിയേറ്റം നമുക്ക് കാണാം. നമുക്ക് സർക്കാരിൻ്റെ ചില ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ചിത്രം ഏറെക്കുറെ വ്യക്തമായി കിട്ടും. അതായത് 195 ലോകരാജ്യങ്ങളാണ് ഇതുവരെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 195 ലോകരാജ്യങ്ങളിൽ 182 മലയാളികളുടെ സാന്നിധ്യമുണ്ട്. ഇതിൽ ചില രാജ്യങ്ങളിൽ വളരെ ശക്തമായി തന്നെയുണ്ട്. നമ്മൾ മുമ്പ് നമ്മുടെ കുടിയേറ്റം എന്ന് പറയുന്നത് അമേരിക്കയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ ആണ് കുടിയേറ്റം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഏറ്റവും ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും നമ്മുടെ കുടിയേറ്റം അത് ശക്തമായി തന്നെ സംഭവിക്കുന്നു എന്നതാണ് പുതിയതായി വരുന്ന കണക്കുകൾ. ഇതിൽ 54 രാജ്യങ്ങൾ, നോർക്കയുടെ കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ 54 രാജ്യങ്ങളിൽ മലയാളികൾ പഠനത്തിനായി പോയിട്ടുണ്ട് എന്നതാണ് കണക്ക്. അവിടുത്തെ ആ നമ്പറുകൾ നമുക്ക് വ്യക്തമായി വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഈ പൊതു സാഹചര്യത്തിൽ നിന്ന് വന്ന് നമ്മൾ ഇപ്പോഴത്തെ ഈ മലയാളി യുവത്വത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 2021 അപേക്ഷിച്ച് 70% വർധനവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അനൗദ്യോഗികമായി വരുന്ന ചില കണക്കുകൾ. നമുക്കറിയാം, ഇതിൽ സർക്കാർ ഏജൻസികളുടെ കണക്കുകൾ അത്ര കണ്ട് കിട്ടാൻ എളുപ്പമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചില കണക്കുകളുണ്ട്, പക്ഷേ അതിലും അവ്യക്തതകളുണ്ട്. കാരണം ഈ സർക്കാർ ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ വിദേശത്തേക്ക് പോയവരുണ്ട്. ഈ യുവത്വത്തിൻ്റെ കുടിയേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ ചില നല്ലൊരു പങ്കും പോയിരിക്കുന്നത് സ്റ്റഡി വിസയാണ്, പഠന ആവശ്യങ്ങൾക്കാണ് പോയത്. ഈ പഠനത്തിന് ശേഷം നല്ലൊരു ശതമാനം ആളുകളും തിരിച്ചു വരുന്നില്ല ഇങ്ങോട്ടേക്ക് എന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, തൊഴിലിന് വേണ്ടി കുടിയേറുന്നവരാണ്. അവർ ഏറെക്കുറെ പൂർണ്ണമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പം ഈ യുവത്വത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ ആശങ്ക നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ജോലി സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും തേടി വിദേശത്തേക്ക് പോകുന്നവരായി നമുക്ക് കണക്ക് കൂട്ടണം. അതൊരു മാറിയ സാഹചര്യമാണ്. ഇനി ഇന്ത്യയുടെ പൊതു കണക്കിൽ നിന്ന് വ്യത്യസ്തമായി മലയാളികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടോ എന്ന് ചോദിച്ചാൽ മലയാളികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു എന്ന കണക്ക് തന്നെയുണ്ട്. ഒരുപക്ഷെ അത് മലയാളികളുടെ പൊതു രീതിയാവാം, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റൊരു സാഹചര്യം കൊണ്ടാവാം. ഇതിൽ കേരളം അമ്പയെ താമസിക്കാൻ കൊള്ളാത്ത ഒരു ഇടം എന്നൊരു ചിന്തയിലൊന്നും ആവണമെന്നില്ല അത്തരം ഉണ്ടാവുന്നത്. മലയാളികളുടെ പൊതു സ്വഭാവങ്ങൾ കൊണ്ടും കുടിയേറ്റത്തോടുള്ള മലയാളികളുടെ എക്കാലത്തെയും ത്വരയും ഇത്തരം കണക്കുകൾക്ക് കാരണമാകുന്നുണ്ടാവാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മലയാളി യുവത്വത്തിൻ്റെ വിദേശത്തേക്കുള്ള യാത്ര ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവിടെ കുടിയേറാനുള്ള, അവിടെ പഠനത്തിന് പോകാനുള്ള, ജോലിക്ക് പോകാനുള്ള ത്വര, ആ ഒരു തോത് വർദ്ധിച്ചിട്ടുണ്ടോ എന്നതാണ് കണക്ക്. അത് ഗൾഫ് രാജ്യങ്ങളെ വിട്ട് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് കൂടുതലായി ആളുകൾ പോകുന്നു എന്നതാണ് പുറത്തു വരുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാകും. സജിത്തെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ചില ഏജൻസികൾ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം 2024 ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചെലവാക്കാൻ പോകുന്ന തുക ഏതാണ്ട് 6 ലക്ഷം കോടി രൂപ വരും. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ദേശീയപാത വികസനത്തിന് പോലും നമ്മളൊരു പ്രതിവർഷം ചെലവാക്കുന്നത് 1 ലക്ഷം കോടി രൂപയാണെന്ന് ഓർക്കണം. മാത്രമല്ല, നമ്മുടെ ഒരു രാജ്യരക്ഷാ ചെലവിന് നമ്മൾ ചെലവാക്കുന്ന തുകയ്ക്ക് മുകളിലാണ് നമ്മുടെ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ചെലവഴിക്കാൻ പോകുന്ന തുക. ഇത്രമാത്രം ആകൃഷ്ടരാകാനുള്ള സാഹചര്യം എന്തായിരിക്കാം? ഈ രാജ്യത്ത് അവർക്ക്
അർഹിക്കുന്ന രീതിയിൽ ഒരു ഭേദപ്പെട്ട വേതനം ലഭിക്കുന്നില്ല എന്നതായിരിക്കുമോ? അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തെ പ്രധാന കാര്യം, ഇപ്പോൾ ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാൽ അവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യാം. അപ്പോൾ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ അവർക്കുള്ള ചെലവിനുള്ള തുക കണ്ടെത്താൻ കഴിയും. അത്തരം ഒരു സംവിധാനമോ സാഹചര്യമോ ഒക്കെ നമ്മുടെ രാജ്യത്ത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്തതാണോ? അല്ലെങ്കിൽ ഈ 3 ഇയർ ഡിഗ്രി 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ അത്തരം ആലോചനകളാണോ? എന്താണെന്ന് വ്യക്തമാകുന്നില്ല. അല്ലെങ്കിൽ ഈ സർവേകളിൽ നിന്നൊക്കെ ഒരു ലഭിക്കുന്ന ഉത്തരം എന്താണ്? വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂട്ടത്തോടെ പോകാനുള്ള ഒരു പൊതു കാരണം എന്തായിരിക്കും? പല സാഹചര്യങ്ങളുണ്ട് എൽദോ ഇതിലേക്ക് മലയാളികളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ. ഒന്ന്, ഇതിൽ പ്രധാനമായും വിദേശ രാജ്യങ്ങളിൽ ആകർഷിക്കുന്ന ജീവിത സാഹചര്യം, ആ ജീവിത സാഹചര്യത്തിലേക്ക് പോകാനുള്ള അവരുടെ ഒരു ത്വര, അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹം, അത് സ്വാഭാവികമായും അതിലേക്ക് അവർക്കുണ്ടാകുന്നു. മറ്റൊരു കാരണം കൂടിയുള്ളത്, 35 ലക്ഷം രൂപയോളമൊക്കെ വിദ്യാഭ്യാസ വായ്പയെടുത്താണ് പലരും വിദേശ പഠനത്തിന് വേണ്ടി പോകുന്നത്. പിന്നീട് അവിടെ പഠനം കഴിഞ്ഞ് ജോലിയായി അവിടെ തന്നെ തുടരാൻ അവരെ നിർബന്ധിതമാക്കുന്നത് അന്ന് ഇവർക്ക് ഈ ലോണിന് വേണ്ടി വന്ന അധിക ബാധ്യത അത് വീട്ടണമെങ്കിൽ സ്വാഭാവികമായും വിദേശത്ത് തന്നെ ജോലി ചെയ്യേണ്ടി വരും. അത് പലരെയും അവിടെ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയതായി വരുന്ന ചില കണക്കുകൾ, ഈ യൂറോപ്യൻ കൺട്രീസിലും മറ്റും പോകുന്നവർ അവിടെ പോയി സമ്പാദിക്കുകയല്ല, മറിച്ച് അവിടുത്തെ ജീവിതം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ജോലി ചെയ്ത് കണ്ട് നാട്ടിലേക്ക് പണം അയക്കുക എന്നതിനപ്പുറം അവിടുത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവിടുത്തുകാരനായി അവിടെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് അവർ പോകുന്നത്. സ്വാഭാവികമായും ആ യുവത്വം ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയുള്ള പല ഘടകങ്ങളും ഈ മലയാളികളുടെ വിദേശ കുടിയേറ്റത്തിന് കാരണമായിട്ട് വരുന്നുണ്ടാവാം. മറ്റൊരു കാരണം തീർച്ചയായും കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി വരുന്നത് കൊണ്ട് അവർക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടോ, ഇവിടെ തൊഴിലവസരങ്ങൾ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം കൂടുതൽ വിദ്യാഭ്യാസമുള്ള സാധ്യതകൾ ഇല്ലാതാവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ ഏജൻസികൾ ഇപ്പോഴും വ്യക്തമാക്കുന്നു ഇതൊരു ആഗോള പ്രതിഭാസമാണ്, അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്, മറിച്ച് സംസ്ഥാനത്ത് അത് കൂടുതലായില്ല. ഇനി സജിത്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്, സജിത്തിലേക്ക് മടങ്ങിയെത്താം.